ഹായ് ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു അറേബ്യൻ കപ്സ് വയ്ക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങാവുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ കപ്സ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കപ്സയ്ക്ക് തന്നെ മെയിൻ സെറ്റായിട്ടുള്ള ഒരു കുക്കർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ കപ്സൊക്കെ ആയിട്ടുള്ള സ്പൈസസ് ഐറ്റംസ് ഇതൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി ഇനി നമുക്ക് വഴിയെ കാണാം. നമ്മളെ മെയിൻ കുക്ക് വരുമ്പോൾ ഇതൊക്കെ കേക്ക് ക്ലീൻ ആക്കി വെക്കണം, അല്ലെങ്കിൽ ആൾ കുറച്ച് ടഫാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിറക് സെറ്റാക്കിയിട്ടുണ്ട്, തീ പിടിപ്പിക്കുക. ഇന്ന് നമ്മൾ ഒരു കപ്സ് വെക്കാനുള്ള പരിപാടിയാണ്. നമ്മളുടെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ജീവിക്കുന്ന ഞങ്ങൾ കൂട്ടുകാരനാണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് കപ്സ് ഉണ്ടാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് കപ്സ് വെക്കാൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഏത് മോഡൽ കപ്സാണ് നമ്മൾ കൂട്ടുകാരെന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അറേബ്യൻ കപ്സ് വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുടങ്ങാം. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ നാട്ടുമ്പുറം ഞങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ ഞങ്ങളുടെ ചെറുപ്പകാലത്തോട് ഓടി നടന്ന ഞങ്ങളുടെ പുഴയോരങ്ങൾ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ പള്ളമാണ്. അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളുടെ കൂട്ടുകാർ ഒരുപാട് പേര് നമ്മളൊന്ന് ചാടി കുളിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് പള്ളങ്ങൾ നമ്മൾ ഒരുപാട് കയറി ഇറങ്ങി. അങ്ങനെ പറയേണ്ട കാര്യമില്ല, പല വീടുകളിൽ പലവട്ടം പറഞ്ഞ പഴയ ഓർമ്മകളെല്ലാം നമ്മളെ ഇടയിലേക്ക് ഇങ്ങനെ വീണ്ടും നമ്മൾ കയറാത്ത പള്ളങ്ങളോ പറമ്പുകളോ ഇവിടെ ഇല്ല. ഇത് വന്ന് ഇരുന്നിട്ട് ഇവിടെ കട്ടൻ ചായ വെച്ചിട്ട് ഇവിടെ പാറമ്മ കിടന്ന് ആകാശം നോക്കി കിടന്ന കാലം ഉണ്ടായിരുന്നു. കാരണം ടൈം പാസ്, വെറുതെ ജസ്റ്റ് ടൈം പാസ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ വള്ളികൾ കാണുന്നില്ല നിങ്ങൾ, ഈ വള്ളിമൊക്കെ കയറി എന്തോരം മരത്തും കൂടി കയറിയിട്ട് ഈ വള്ളിമൊന്ന് ചാടും. അപ്പോൾ നമ്മളെ കൂട്ടന്മാർ പലരും മുട്ടോളം വെള്ളത്തിൽ വള്ളിയൊന്ന് ചാടി മൂക്കൂത്തി ചോര വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം, അതൊക്കെ ആ പ്രായത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് അതുള്ളൂ അല്ലേ? മരത്തൊന്ന് കയറി ചാടുക, ഇത് രസമില്ല, വല്ലാത്തൊരു സ്പിരിറ്റ് ആയിരുന്നു. ഞങ്ങൾ ഈ പാലപ്പള്ളിയിൽ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. പുറത്തുനിന്നൊന്നും വരാനും പാടില്ല. ഞങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്ന് പോണ്. നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചുള്ള പരിപാടിയില്ല, ഒട്ടോല് വേഗം തീ പിടിക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നമ്മളിവിടെ വേസ്റ്റും കാര്യങ്ങളും പ്ലാസ്റ്റിക് ഒരു ഐറ്റംസ് ഇവിടെ കളഞ്ഞു പോകാറില്ല. മാക്സിമം എല്ലാതും കളക്ട് ചെയ്ത് അതായത് സ്പോട്ടുകളിൽ കൊണ്ടുപോയിട്ട് കളയാറാണ്. പിന്നെ ഇവിടെ കത്തിക്കുന്ന പരിപാടികൾ ഒന്നുമില്ല. തീ പരമാവധി ഇവിടെ കെടുത്തിട്ട് പോകണം. ഇതൊക്കെ കാടാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ സുരക്ഷ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ചെറുപ്പക്കാരും. കാരണം ഇവിടെ ഇപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വനങ്ങൾ നശിക്കും. നമ്മളിപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് നമ്മളൊന്ന് ഫുഡ് ഉണ്ടാക്കണോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം കോരി മൊത്തം കെട്ടുമെന്ന് ഉറപ്പായി നമ്മളൊന്ന് പോകാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കാട് മൊത്തം കത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അത് മാത്രമല്ല ഈ കാടുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ മഴ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കപ്സ റെഡിയാക്കാൻ പോവാണ്. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അടുപ്പിൽ വെള്ളം കയറി ഡാം തുറന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഡാം തുറന്നു, അടുപ്പിൽ വെള്ളമായി. അപ്പോൾ അടുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കല്ല് തിരിച്ചു ചേരാം. ഏതാ ആ കല്ല്? എങ്ങനെയാ സെറ്റ്. അപ്പോൾ ഞങ്ങൾ അടുപ്പിൽ വെള്ളം കയറി. അപ്പോൾ ഞങ്ങൾ അടുപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കപ്സ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയ കണ്ടൻറ്റുകൾ ഓരോന്ന് പുതിയ വെറൈറ്റി കഥകളൊക്കെ പറയുന്നുണ്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് എനർജി തോന്നി കമൻറ്റ് ഇടണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ലൈക്ക് അടിക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുപ്പൊന്ന് മാറ്റിയപ്പോൾ നല്ല തീയത്തുണ്ട്. നോക്കിയാൽ എന്തിട്ടാ പവർ തീൻ്റെ പവർ. ഇതാണ് പവർ, പെട്ടെന്ന് കത്തുന്നുണ്ട്. അവിടെ നിന്ന് കുറേ നേരം ഊതി കത്തിച്ച് ഒന്ന് റെഡി ആയില്ല. ഇപ്പോൾ നോക്കിയാൽ അടുപ്പിൻ്റെ പവർ ഉണ്ടില്ലേ. അടുപ്പ് സെറ്റായിട്ട് അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ നമ്മളെ ചങ്കുകൾ കുറച്ച് ഓംലേറ്റ് അടിക്കുന്ന അപ്പുറത്ത്, ഓംലേറ്റ് ഇല്ല സോറി ബുൾസൈ, അതൊരു ടൈം പാസ്. ഇതിൻ്റെ ഇടയിൽ അതും കുഴപ്പമില്ല, ഐറ്റംസ് കുഴപ്പമില്ല. മല്ലി ലേശം കൂടുതലാണ്, ഇത്രയും മല്ലിൻ്റെ ആവശ്യമില്ല. ഓയിൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിറകിന് വെച്ച് കൊടുക്കണം. സ്പൈസസ് ഇടാണ്. ഏലക്കായ ഉണ്ട്, പട്ടുണ്ട്, ഇല ഉണ്ട്, കുരുമുളക്, മല്ലി, പച്ചമല്ലി, ഗ്രാമ്പു, എന്താ വേണ്ടേ? അടുത്തെന്തെടുക്കണ്ടേ? ആ ഉപ്പ് എടുക്കാം. അപ്പോൾ സാധനം സെറ്റായിട്ട് നമ്മളൊന്ന് എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെയിലിന് ചൂടുണ്ട്, തീനും ചൂടുണ്ട് കേട്ടോ. ആ ക്യാപ്സിക്കം ഒന്ന് ചെറുതാക്കി അറിയണല്ലോ. ഇപ്പോൾ തരാം കേട്ടോ, ഒരു മിനിറ്റ്. ക്യാപ്സിക്കം കിട്ടും. അടുത്തെന്തിടണം? ടൊമാറ്റോ പേസ്റ്റ് എടുക്കാം. ഉള്ളൊഴിച്ചോ. ഇപ്പോൾ നമ്മൾ തക്കാളി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിൽ ടൊമാറ്റോ പേസ്റ്റാണ് അതിന് പകരം നമ്മളിട്ടുള്ളത്. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കം വലിയ പീസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് ക്യാപ്സിക്കം ഉടഞ്ഞു. വേറെ എന്തെങ്കിലും മസാല ഇടാനുണ്ടോ? ഇനി കപ്സ മസാല ഇടാനുണ്ട്. അപ്പോൾ ബാക്കിയൊന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ശരിക്ക് ഇതിൽ കപ്സ് കളർ ചേർക്കോ? വേറെ കളറും ഇതൊന്നുമില്ല, വേറെ പുറത്ത് വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയോ കപ്സ് ഉണ്ടാക്കാൻ? അത് തന്നെ മതി. വലിയ ജീരകത്തിൻ്റെ പൊടി ഇടാറുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കപ്സ മസാല തന്നെയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ. കുരുമുളക് പൊടിൻ്റെ ആവശ്യമില്ല, കുരുമുളക് ഉള്ളതുകൊണ്ട് ആവശ്യം ഉണ്ടാവും. അത് മതി, അത് മതി. പച്ചമുളക് ഇടോ? പച്ചമുളക് ലാസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഇടും. അത് അരിയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇട്ടാണ്. ചിക്കൻ ഇടാൻ പോവാണ്. ഇതിൽ വലിയ പീസ് ആക്കണോ? ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഹാഫ് ചിക്കൻ ആക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് മന്തിയൊക്കെ കഴിക്കണ ഒരു ഫീൽ കിട്ടും. വലിയ പീസല്ലേ? അതെ. കപ്സിനെ കണ്ടിട്ടുള്ള ചിക്കൻ ഇതിന് വലിയ പീസുകളാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും കഴിക്കാനൊക്കെ എളുപ്പത്തിന് ചെറിയ പീസാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഉണക്ക നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബ് ഫുള്ളിടോ? കളർ കപ്സൊക്കെ കളർ വരുന്നത് പ്രത്യേകിച്ചില്ലല്ലോ, നമ്മളുടെ ഈ മസാലൻ്റെ കളറിനുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കപ്സ് അല്ലേ? അതെ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടൈം കൊണ്ട് അതിനും ചുരുങ്ങിയ സമയം കൊണ്ട് കപ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ മല്ലിയില പുതിന അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ പറയുക, നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ ആവശ്യമൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ പരിപാടി. ഇതിൽ കപ്സാന്ന് പേര് വരാൻ എന്താണെന്ന് അറിയോ? അതിപ്പോൾ അറേബ്യൻ പേരുകളല്ലേ, അതിൻ്റെ ഇപ്പോൾ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ അടിവേര് തെരഞ്ഞു പോകേണ്ട കാര്യമില്ല. അതെ, അരി കഴുകാം. അരി കഴുകാം അല്ലേ? അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും അതിലൊഴിച്ചിട്ട്, പിന്നെ ഈ ചിക്കൻക്ക് അല്പം വെള്ളം ഒഴിക്കാം. അരി ആകാൻ വേണ്ടിയിട്ടാണോ? അടിക്ക് പിടിക്കാതിരിക്കാനാണോ? അടി പിടിക്കാണ്ടിരിക്കാൻ. ആ ടൈമുണ്ടോ? അല്ലെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോകും? ചിക്കൻ ഉടഞ്ഞു പോകുന്നില്ല, അത് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കൂടുതൽ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അരി ഇട്ട് നമ്മൾ മൂടി കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റാണ് വേവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ നമ്മൾ കുക്കറിൽ അടിക്കുമ്പോൾ കറക്റ്റ് 20 മിനിറ്റൊക്കെ മതി. ഉപ്പ് ഇട്ടോ? ഉപ്പ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സവാള വാടാനുള്ളത് മാത്രം കുറച്ച് ഇട്ടിട്ടുണ്ട്.
ഇനി ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ബാക്കി മുളക് ഇടാൻ പോകണം. മുളക് അരിയണമെന്നില്ല, അതുപോലെ ഇട്ടാൽ മതി. ഫുള്ളായിട്ട് മതിയാ? കട്ട് ചെയ്യൊന്നും വേണ്ട? കട്ട് ചെയ്യൊന്നും വേണ്ട. ഇനിയിപ്പോൾ അരി ഇടാം. കപ്സ് എനിക്കിഷ്ടമാണ്. അതിൽ കോഴിക്കാൽ ഞാൻ ആദ്യം തന്നെ എടുക്കും, അത് പറഞ്ഞേക്കാം. നമ്മൾ നേരത്തെ അടുപ്പ് വെച്ച സ്ഥലം നോക്കി വെള്ളം കയറിയിട്ട് ഡാം തുറന്നിട്ടുണ്ട് കണ്ട. നമ്മളെ ചെമ്മീൻ ഡാം ഇപ്പോൾ ഈ സമയത്ത് പുഴയിൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഡാമത്തെ അധികൃതർ ഈ സമയത്ത് ഡാം തുറക്കുന്നത്. അപ്പോൾ ഒരു 25 മിനിറ്റ് അല്ലേ കുഞ്ഞിട്ട് സമയം പറഞ്ഞേ? അരമണിക്കൂർ. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ്. ഇത് 25 മിനിറ്റ് വേണ്ട. ഇത് 25 മിനിറ്റ് വേണ്ട, ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റ് മതി. അപ്പോൾ ഇതിന് വേവും. കാരണം നല്ല ചൂടുള്ള ഇതാണ്, പാറം ചൂടാണ്, പിന്നെ തീ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി എല്ലാം കൊണ്ടും പിന്നെ ക്ലൈമറ്റും ചൂടാണ്. നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് നേരം. ഈ വാഷറൊക്കെ നോക്കി ഒരു 15 മിനിറ്റ് ഈ ലെവലിൽ കത്തിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് കണലിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ടൈം 3:10, ഒരു 3:20 ആകുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാം. അതെ അല്ലേ. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് തുടക്കം തൊട്ട് ഇട്ടത്? അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതെന്തോരോ 1 കിലോ ഓയിൽ അങ്ങനെ കണക്കുണ്ടോ? എന്തോരം? ഇല്ല, അത് നമുക്ക് വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ്, പിന്നെ പച്ചമല്ലി, ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. പിന്നെ സവാള, തക്കാളിക്ക് പകരം ടൊമാറ്റോ പേസ്റ്റ്, ക്യാപ്സിക്കൊക്കെ ഓപ്ഷണലാണ്. എത്ര എണ്ണ കണക്കുണ്ടോ? കുറേ വേണോ അത് കുറച്ച് മതിയോ? അത് അരിക്കനുസരിച്ചാണ്. അതെ അരിക്ക് അനുസരിച്ചാണ്. പിന്നെ സവാള ഒന്നും നമുക്കിത് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അധികം കുറേ മസാലൻ്റെ ആവശ്യമില്ല. കപ്സക്ക് കൂടുതൽ മസാലൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ ഒരുപാട് വിറകിൻ്റെ ആവശ്യമുണ്ട്. ഇതിന് വിറകിൻ്റെ ആവശ്യമില്ല. വിറക് വേണം, എന്തെങ്കിലും വിറക് മതി. ബാക്കി നമ്മൾ കണലിൽ വെച്ചിട്ട് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എല്ലാ പേസ്റ്റ്, കുറേ ഇൻഗ്രീഡിയൻസ്. അത്രയും ഐറ്റംസിൻ്റെ ആവശ്യമില്ല ഇതിൽ. ടൈം കുറേ എടുക്കുമോ അതോ കുറച്ച്? ഇല്ല, വളരെ കുറച്ച്. മറ്റേ ബിരിയാണി ആകുമ്പോൾ നമ്മൾ ബിരിയാണി മസാല വേറെ ഉണ്ടാക്കണം, റൈസ് വേറെ ഉണ്ടാക്കണം, പിന്നെ അത് ദമ്മ് ചെയ്യണം. എല്ലാം കൂടി നിസ്സാര സമയം കൊണ്ട് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി കപ്സ് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പ്രകൃതിക്കൊന്ന് ആസ്വദിച്ച് നമ്മളെ ബുൾസൈയും കഴിച്ച് നമുക്കൊന്ന് കുളിക്കാം. ഓക്കെ. എന്തായി ഓംപ്ലേറ്റ് അല്ല ബുൾസൈ റെഡിയായോ? ഒരു കഷ്ണം കഴിച്ച് നോക്കാൻ. ബുൾസൈ. ഓ, വെറൈറ്റി ബുൾസൈ ആണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടർ കപ്സ് ഉണ്ടാക്കുന്ന ഇടയിൽ ഒരു ടൈം പാസ് നമ്മളെ കൂട്ടുകാരുണ്ടാക്കിയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഓ, നമ്മൾ ഈ കടവത്തെ മരമാണത്. ഇതിൻ്റെ വലിപ്പം കണ്ടോ? എന്തിട്ടാ വലിപ്പമല്ലേ? 10-100 വർഷത്തിൻ്റെ അടുത്ത് പഴക്കണ്ടാവുമെന്ന് ചോദിക്കുന്നു. ഞങ്ങളെല്ലാ പിള്ളേരും വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ മുകളിൽ കയറും. ഇത് ആ വള്ളി ഉണ്ടായിരുന്നു, കൂടെ ചാടി താഴോട്ട് ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്ന് ചാടുക. നല്ല വലിപ്പമുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് വന്ന് ചാടി കുളിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറിയിരിക്കുകയാണ്, ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ അടുപ്പത്ത് നിന്ന് ഇറക്കാം. അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. മണം കൊണ്ട് തന്നെ വയറെന്നറിയും. സംഭവം സ്മെല്ല് കിട്ടും അതിൻ്റെ. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കാൻ പോകുന്നത്? ഓപ്പൺ എയർ ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ കുക്കറിൻ്റെ വിസിൽ പോകുന്ന സമയം കൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കണം. ആ സലാഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. കുറച്ച് കുക്കുംബറും, ഒരു സബോളയും, കുറച്ച് പച്ചമുളകും, പിന്നെ വിനാഗിരി. ഇത് മാത്രമേ ഉള്ളൂ. വേറെ ബീറ്റ്റൂട്ട് സാധനങ്ങൾ കയറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മളെ കപ്സ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ തുറന്ന് നോക്കിക്കോ. 28 കപ്സാണ്. ഇത് സാധനടാ, നല്ല സ്മെല്ലുണ്ട്. ഇതാ ഉദ്ഘാടനം ഞാൻ തന്നെ കേട്ടാ. എനിക്ക് കാല് തന്നെ വേണം. ഞാൻ ആദ്യം പറഞ്ഞു ഇതേ കാലെടുക്കും.
ആ മതി മതി. സൂപ്പർ കഫ്സ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ചിക്കൻ കാലം പോട്ടെ. നല്ല സൂപ്പർ, നല്ല പാകമാണ് വേവ്. കണ്ട എല്ലുമെന്ന് ഇറച്ചി ഇങ്ങനെ വിട്ടു പോയിട്ടില്ല, അതിന് നിൽക്കണ്ട, നല്ല കറക്റ്റ് വേവാ പോരാ. ഓക്കെ കണ്ട കൊഴിഞ്ഞു പോകുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സൗദി പോയി പഠിച്ചത് വെറുതെ ഇല്ല, 12 വർഷത്തെ മുതലുണ്ട്. സൂപ്പർ. അപ്പോൾ നമ്മൾ തീയൊക്കെ കെടുത്തി അതാ. അപ്പോൾ കഫ്സ സൂപ്പറായിട്ടുണ്ട്, എല്ലാവർക്കും നമ്മളെ ഫ്രണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. സൂപ്പർ കഫ്സയുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി സെറ്റായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഗൈസ്. ബൈ.